ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് എടുക്കാനുള്ള പാഠം എന്ന് പറയുന്നത് 4ാമത്തെ പാഠമായിട്ടുള്ള ഓണവിശേഷം എന്ന് പറഞ്ഞ പാഠമാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള പാഠങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 4ാമത്തെ പാഠം ഓണവിശേഷം. അപ്പോൾ എന്താ, ഓണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പാഠമാണല്ലേ. അപ്പോൾ നല്ല മാവേലിയുടെയും കുട്ടികളുടെയും ഒക്കെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇത്തവണ ഓണം മുത്തശ്ശിയോടൊപ്പം ആയാലോ? കൊള്ളാം, ഹായ്, നല്ല രസമായിരിക്കും. അപ്പോൾ എന്താണ്, അച്ഛൻ ചോദിക്കുകയാണ് ഇപ്രാവശ്യത്തെ ഓണം നമുക്ക് മുത്തശ്ശിയുടെ കൂടെ ആക്കാമെന്ന് പറയാണ്. അപ്പോൾ കുട്ടികളൊക്കെ എന്താ പറയുന്നത്, നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവർ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവാണ്. മുത്തശ്ശി, മക്കൾ വന്നല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മക്കൾ വന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മുത്തശ്ശിയുടെയും മക്കളുടെയും ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ, പൂക്കളമിടാം. അപ്പോൾ എന്താണ് പൂക്കളമിടാൻ നീരവും നിയയും അമ്മൂമ്മയും പൂക്കൾ കൊണ്ടുവന്നു. എണ്ണി എഴുതൂ. അപ്പോൾ എന്താണ് ആദ്യത്തെ, നമുക്ക് പൂക്കളിടാനായിട്ടുള്ള പൂക്കളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം, ഇത് എണ്ണിയിട്ട് ഇതിൻ്റെ നമ്പർ എത്രയെന്ന് വെച്ചാൽ നമ്മൾ അതാത് കള്ളികളിൽ എഴുതണം. അപ്പോൾ ആദ്യം അരളിപ്പൂവാണ് എഴുതേണ്ടത്. അപ്പോൾ അരളി, റോസ്, മുല്ല പറഞ്ഞിട്ട് കുറേ പൂവുണ്ട്. അപ്പോൾ അരളിപ്പൂവ് എത്ര എണ്ണാന്ന് വെച്ചാൽ ഇവിടെ എഴുതുക. അപ്പോൾ അരളിപ്പൂവ് എത്ര എണ്ണാണ്, ഇതാണ് അരളി എന്ന് പറയുന്ന പൂവ്. 1 2 3 4. അപ്പോൾ അരളിപ്പൂവ് 4. ഇനി എന്താ, റോസാണ്. റോസാപ്പൂ എത്ര എണ്ണ, 1 2 3 റോസാപ്പൂ ഉണ്ട്. ഇനി മുല്ല എന്ന് പറയുന്ന ഈ പൂവാണല്ലേ. അപ്പോൾ മുല്ലപ്പൂ എത്ര എണ്ണ, 1 2 3 4 5 6 7 8 9 10. എത്ര പൂവാണ്, മുല്ല 10 എണ്ണം ഉണ്ട്. ഇനി ജമന്തി പൂവാണെങ്കിലോ, ജമന്തി ഈ മഞ്ഞപ്പൂവാണ്. ജമന്തിപ്പൂ 2 എണ്ണം. ഓക്കെ, അപ്പോൾ ഇത് നീരവിൻ്റെ കയ്യിലുള്ളതാണ്. ഇനി നമുക്ക് നീയുടെ കയ്യിൽ എത്ര എണ്ണം നോക്കണം. അരളിപ്പൂ ഏതാ, ഇതാണല്ലേ അരളിപ്പൂ. അരളിപ്പൂ എത്ര എണ്ണ, 1 2 3 4 5 6 7 8 9 10. അരളിപ്പൂ എത്രയാണ്, ശ്രദ്ധിച്ച് എണ്ണ. അരളിപ്പൂ 10. ഇനി റോസാപ്പൂ 1 ഉള്ളൂ. അപ്പോൾ 1. ഇനി വാടാമല്ലി എന്ന് പറഞ്ഞാൽ ഈ പൂവാണ്. ഈ പൂവ് എത്ര എണ്ണ, 1 2 3 4 5 6 വാടാമല്ലി. ഓക്കെ, ഇനി മുത്തശ്ശിയുടെ കയ്യിൽ എത്ര മുല്ല ഉണ്ട്, 1 2 3 4 5 6 7 8 9 10. മുത്തശ്ശിയുടെ കയ്യിൽ 10 മുല്ലുണ്ട്. വാടാമല്ലി എത്ര എണ്ണുണ്ട് കൂട്ടുകാരെ, വാടാമല്ലി 3 എണ്ണം ഉണ്ട്. ഇനി ജമന്തി ആണെങ്കിലോ, ജമന്തി 2 എണ്ണമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എണ്ണി എഴുതാനുള്ള പ്രവർത്തനം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. എന്താ, ഓരോ ഇനം പൂക്കളും അവർ പ്രത്യേകം കുടയിലാക്കി. ഓരോന്നും എത്രയാണ്. അപ്പോൾ എന്താണ്, ഓരോന്നും ഓരോ കുട്ടയിലാക്കി വെച്ച്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ റോസാപ്പൂ ആണെങ്കിൽ റോസാപ്പൂ മുത്തശ്ശിയുടെയും അതുപോലെ കുട്ടികളുടെയും എല്ലാവരും കൂടി ഒന്നിലാക്കുക. മുല്ലപ്പൂ ഒക്കെ അങ്ങനെ വെവ്വേറെ കുടയിലാക്കി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നീരവ് കൊണ്ടുവന്നത് 3, നീയ കൊണ്ടുവന്നത് 1. 3 1 4. അപ്പോൾ 3 വിരലെടുക്കുക. 3ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാണ് കൂട്ടുകാരെ, 4 ആണ്. അപ്പോൾ 3 1 4. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 + 1 = 3 + 1 = 4. ഇനി എന്താ, നീരവ് കൊണ്ടുവന്നത് എത്രയാണ്, ഇവിടെ 2ഉം 2ഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീരവ് കൊണ്ടുവന്നത് 2, മുത്തശ്ശി കൊണ്ടുവന്നത് 2. 2ഉം 2ഉം എത്രയാണ് കൂട്ടുകാരെ, 4. അപ്പോൾ 2 എടുക്കുക, പിന്നെ 2 വിരലിലെടുക്കുക. അപ്പോൾ എത്ര എണ്ണമായി, 1 2 3 4 4 എണ്ണമായി. ഓക്കെ, അപ്പോൾ ആകെ 2 + 2 = 4. ഇനി അടുത്തത് മുല്ലയാണ്. നീരവ് കൊണ്ടുവന്നത് എത്രയാണ്, ഇവിടുത്തെ സംഖ്യ നോക്കിയാൽ മതി, 10 ആണ്. മുത്തശ്ശി കൊണ്ടുവന്നത് 10. അപ്പോൾ 10ൻ്റെ കൂടെ 10 കൂട്ടിയാൽ 20. ആകെ 10 + 10 എത്രയാണ്, 20. മുല്ല എത്രയാണ്, അപ്പോൾ ആകെ മുല്ല 20. ഇനി നീരവ് കൊണ്ടുവന്നത് അരളിയാണ്. എത്ര, 10ഉം 4ഉം ആണ്. അപ്പോൾ നീരവ് കൊണ്ടുവന്നത് 10, നീയ കൊണ്ടുവന്നത്
14. അപ്പോൾ 10ഉം 4ഉം കൂടി ചേർന്നാൽ 10ൻ്റെ കൂടെ 4 കൂടി ചേർന്നാൽ എത്രയാണ്? 14. അപ്പോൾ ഇവിടെ 14 എന്ന് എഴുതാം. ആകെ 10 + 4 = 14. രണ്ടുപേരുടെ പൂക്കളും കൂടി ചേർന്നാൽ 14. ഇനി വാടാമല്ലിയാണ്. 6ഉം 3ഉം ആണ്. അപ്പം നീയ കൊണ്ടുവന്നത് 6, മുത്തശ്ശി കൊണ്ടുവന്നത് 3. 6ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 6 കഴിഞ്ഞാൽ 7, 8, 9. എത്രയാണ് കൂട്ടുകാരെ? 9. അപ്പോൾ ആകെ 6 + 3 = 9. ഓക്കെ. ഇനി അടുത്തത് എന്താ? അച്ഛനും കുറേ പൂക്കൾ വാങ്ങി വന്നു. അവർ പൂക്കളമിടാൻ കളം വരച്ചു. പൂക്കളത്തിന് നിറം കൊടുക്കൂ. അപ്പം എന്താണ് ഈ പൂക്കളത്തിന് കൂട്ടുകാരെ? ഭംഗിയായി നിറം കൊടുക്കുക. പൂക്കളത്തിൽ വട്ടം എത്ര എണ്ണമുണ്ട്? ഇതിൽ എത്ര വട്ടങ്ങളുണ്ട്? നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കഴിഞ്ഞോ? ഇല്ല. 11, 12, 13, 14, 15. പിന്നെ വലിയ വട്ടം 16, ചെറിയ വട്ടം 17. അപ്പം എത്ര എണ്ണമുണ്ട്? 17 വട്ടങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഇനി നമുക്ക് അടുത്ത് നോക്കാം. മാല കോർക്കാം. ബാക്കി വന്ന പൂക്കൾ കൊണ്ട് അവർ മാല കോർത്തു. അപ്പം എന്താണ്? ബാക്കി കുറച്ച് പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പൂക്കൾ വെച്ചിട്ട് അവർ എന്ത് ചെയ്യാണ്? മാല കോർക്കാണ്. മാലയിൽ എത്ര ജമന്തി ഉണ്ട്? അപ്പം മാലയിൽ എത്ര ജമന്തി ഉണ്ട്? 1, 2, 3, 4. 4 ജമന്തിപ്പൂ ഉണ്ട്, 3 റോസാപ്പൂ ഉണ്ട്, 2 വാടാമല്ലിപ്പൂക്കളുണ്ട്. ഓക്കെ. മാലയുടെ ഒരു വശത്തുള്ള ക്രമം നോക്കി പൂക്കൾ വരയ്ക്കൂ, നിറം കൊടുക്കൂ. അപ്പോൾ ഇതിൻ്റെ വശം നോക്കിയിട്ട് എന്ത് ചെയ്യണം? പൂക്കൾ വരച്ചിട്ട് നിറം കൊടുക്കണം. ചിത്രത്തിലെ പൂക്കളുടെ എണ്ണവും നിങ്ങൾ വരച്ചു ചേർത്തതും ഒരേ എണ്ണമാണോ? അങ്ങനെയാണെങ്കിൽ ആകെ എത്ര പൂക്കൾ? അപ്പോൾ അത് വരച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യണം? കൂട്ടുകാർ ഉത്തരം എഴുതണം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നീരവും കൂട്ടുകാരും ചേർന്ന് പാടി. അപ്പോൾ അവർ പാടിയ ഒരു പാട്ടാണ്. അപ്പോൾ അത് കൂട്ടുകാരൊന്ന് വായിച്ച് നോക്കുക. അതിൽ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഇനി നമുക്ക് നോക്കാം. വളയിട്ട കൈകൾ. അമ്മൂമ്മ നീയയ്ക്ക് വാങ്ങി വെച്ചത് എന്താണെന്നോ? എന്താണ്? നമുക്ക് കണ്ടാൽ അറിയാം. നല്ല ഭംഗിയുള്ള വളകളാണ്. നീയയ്ക്ക് സന്തോഷമായി. അവൾ വളകൾ എണ്ണി. ആകെ എത്ര വളകൾ? 6 + 6. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? 6 കഴിഞ്ഞാൽ പിന്നെ ഒരു 6ഉം കൂടിയും അതിൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ 6 കഴിഞ്ഞാൽ 7, 8, 9, 10, 11, 12. അപ്പോൾ 6ൻ്റെ കൂടെ 6 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 12. ഇനി എന്താ? വളകൾ പല രീതിയിലിടാം. അപ്പോൾ എന്താ? ഈ നീഹയുടെ കയ്യിൽ 12 വളകളുണ്ട്. ഈ 12 വള നമുക്ക് പല പല രീതികളിൽ ഇടാനായിട്ട് പറ്റും. അപ്പോൾ അത് ഓരോ ദിവസം വെവ്വേറെ മാറി മാറി ഇടുക. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് എന്താ? 5 വള ഒരു കയ്യിലും 7 വള ഒരു കയ്യിലും ഇടാം. അപ്പോൾ 7ൻ്റെ കൂടെ 5 കൂട്ടിയാൽ എത്രയാണ്? 7 കഴിഞ്ഞാൽ 8, 9, 10, 11, 12. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 12 കിട്ടി. അപ്പോൾ ഒരു ദിവസം എങ്ങനെ ഇടാം? പിന്നെ ഒരു ദിവസം വേണമെങ്കിൽ 7 വള ഒന്നിലും 5 വള ഒന്നിലും ഇടാം. ഇനി അടുത്ത ദിവസം നമുക്ക് 8 വള ഒന്നിലും 4 വള ഒന്നിലും ഇടാം. ഇനി 9, 3 ഇടാം. അപ്പോൾ 9, 3 എത്രയാണ്? 12 ആണ്. 5-ാം ദിവസം നമുക്ക് 10 വള ഒരു വിരലിലും ഒരു കയ്യുമ്മലും 2 വള മറ്റേലും ഇടാം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എത്രയാണ്? 12 ആണ്. 2 കയ്യുമ്മത്തെയും കൂടി കൂട്ടിയാൽ. ഓക്കെ. അപ്പോൾ രണ്ടും കൂടി എണ്ണിയാൽ 12 കിട്ടണം എന്നുള്ളൂ. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ. ഇനി എന്താ? സദ്യ ഉണ്ണാൻ റയാനും എത്തി. ഗ്ലാസ് എണ്ണിയെടുക്കാൻ അവനും സഹായിച്ചു. ഞാൻ 5 എണ്ണി. അപ്പം എത്രയാണ്? 1, 2, 3, 4, 5. 5 റയാൻ എണ്ണി. അപ്പുറത്ത് 1 കൂടിയുണ്ട്. അപ്പം എന്താണ്? ഇവിടെ 1 കൂടി ഉണ്ട്. 5ൻ്റെ അപ്പുറത്ത് 1 കൂടിയും ഉണ്ട്. അപ്പോൾ 5ഉം 1ഉം. അപ്പോൾ 5 വിരലെടുക്കുക. ദെൻ 1 കൂട്ടുക. ഇപ്പം ടോട്ടൽ എത്രയായി? ഇപ്പം മൊത്തത്തിൽ എത്ര വിരലായി? 6 ആയി. അപ്പോൾ 5ഉം 1ഉം കൂടിയാൽ 6. 5 + 1 = എത്രയാണ് കൂട്ടുകാരെ? 6.
ഇനി എന്താ, നീരവെടുത്തത് നീയെടുത്തത്. നീരവിൻ്റെ എത്ര ഉണ്ട്? എൻ്റെ കൂടെ എണ്ണി നോക്കുക. അങ്ങനെയാണെങ്കിലാണ് കൂട്ടുകാർക്ക് കിട്ടുള്ളൂ. 1 2 3 4 5 6 7 8. നീരവെടുത്തത് 8 എണ്ണാണ്. ഇനി നീ എടുത്തതോ 1 2 3 4 5 6 7 7ആണ്. അപ്പോൾ 8ൻ്റെ കൂടെ എന്ത് ചെയ്യണം? 7 കൂട്ടുക. 8 + 7 നമുക്ക് എന്ത് കിട്ടും കൂട്ടുകാർ? ചെയ്ത് നോക്കിയാൽ 15 കിട്ടും. അപ്പോൾ നമ്മൾ 8 കഴിഞ്ഞാൽ പിന്നെ ഒരു 7 പ്രാവശ്യം കൂടി നമ്മൾ നമ്പേഴ്സ് എടുക്കുക. അപ്പോൾ 8 കഴിഞ്ഞാൽ 9 10 11 12 13 14 15. ഓക്കെ, ഇനി എന്താ, നീരവ് 3 ഗ്ലാസ് നീയക്ക് കൊടുത്തു. അപ്പോൾ നീരവ് എന്ത് ചെയ്തിട്ടുണ്ട്? 3 ഗ്ലാസ് നീയക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നീരവിൻ്റെ കയ്യിൽ എത്ര ഗ്ലാസ് ഉണ്ട്? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നേരത്തെ എത്ര ഗ്ലാസ് ആയിരുന്നു? നേരത്തെ നീരവിൻ്റെ കയ്യിൽ 8 ഗ്ലാസ് ആയിരുന്നു. അതിലെന്ത് ചെയ്തു? നീരവ് 3 ഗ്ലാസ് നീയക്ക് കൊടുത്തു. അപ്പോൾ ഇനി ബാക്കി എത്ര ഉണ്ട്? അതായത് 8ൽ നിന്ന് നമ്മൾ 3 എണ്ണം കുറക്കുക, വെട്ടിക്കളയുക. അപ്പോൾ നീരവിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 5 ഗ്ലാസ് ആണ്. നീയുടെ കയ്യിലോ? നീയുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് 7 ആയിരുന്നു. 7ൻ്റെ കൂടെ ഒരു 3 കൂടി കൂട്ടി. അപ്പോൾ എത്രയായി? 10 ആയി. അപ്പോൾ നീയുടെ കയ്യിൽ ഇപ്പോൾ 10 ഗ്ലാസ് ഉണ്ട്. വീണ്ടും അവർ ഗ്ലാസുകൾ കൈമാറി. ഓരോരുത്തരുടെ കയ്യിൽ എത്ര ഗ്ലാസ് ഉണ്ടാകാം? ഞാൻ കണക്കാക്കിയത്, ചങ്ങാതി കണക്കാക്കിയത്. അപ്പോൾ എന്താണ്, പിന്നെയും അവർ ഗ്ലാസ് കൈമാറി വന്നു. അപ്പോൾ എന്താ, രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 15 കിട്ടണം. അപ്പോൾ അങ്ങനെ ഏതൊരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് എഴുതാം. നമുക്ക് വേണമെങ്കിൽ 11 നീരവിൻ്റെയിലും 4 നീയുടെയിലും കൊടുക്കാം. അപ്പോൾ 11 + 4 എത്രയാണ്? 15 ആണ്. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് കൊടുക്കാം? 12ഉം 3ഉം കൊടുക്കാം. അപ്പോൾ നമുക്ക് 15 കിട്ടും. അപ്പോൾ ഏതൊരു രീതിയിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. ടോട്ടൽ നമുക്ക് എന്താ, മൊത്തത്തിലുള്ളത് നമുക്ക് 15 കിട്ടിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. സദ്യയുടെ ഒരുക്കങ്ങൾ. സദ്യക്ക് ബന്ധുക്കളും അയൽക്കാരും എത്തി. നീയ എടുത്ത ഇലകൾ, അതുപോലെ നീരവെടുത്ത ഇലകൾ. അപ്പോൾ നീ എടുത്ത ഇല എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9. 9 ഇലകൾ നീ എടുത്തിട്ടുണ്ട്. ഇനി നീരവാണെങ്കിൽ 1 2 3 4 5 6 7 8 ഇലകൾ ആരാണ്? നീരവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആകെ 9 + 8 എത്രയാണ് കൂട്ടുകാരെ? 17 ആണ്. 9 + 8 17. ഇനി എന്താ, എല്ലാവരും സദ്യ കഴിക്കാനിരുന്നു. അപ്പോൾ കണ്ടാൽ അറിയാം എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി ഇരിപ്പാണല്ലേ. അപ്പോൾ ഇതിൽ എത്ര കുട്ടികളുണ്ട്? 1 2 3 4 5 6 7 കുട്ടികളുണ്ട്. മുതിർന്നവർ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9. 9 മുതിർന്നവരുണ്ട്. അപ്പോൾ എത്രയാണ്? 9 മുതിർന്നവരും 7 കുട്ടികളുമുണ്ട്. അപ്പോൾ കുട്ടികളും മുതിർന്നവരും കൂടി എത്ര പേരുണ്ട്? 7 കുട്ടികൾ + 9 മുതിർന്നവർ എത്രയാണ്? 9ൻ്റെ കൂടെ 7 കൂട്ടുക. 9ൻ്റെ കൂടെ 7 കൂട്ടിയാൽ നമുക്ക് ഉത്തരം 16 കിട്ടും. സദ്യക്ക് ഉപയോഗിച്ച ഇലകൾ എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ്? എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പോൾ 16 ആളുകളാണുള്ളത്. അപ്പോൾ സദ്യക്ക് 16 ഇലകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നീരവും നീയും എടുത്ത ആകെ ഇലകൾ എത്രയാണ്? ഇവിടെ നമുക്കറിയാം അവരെടുത്ത ഇലകൾ എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇല കൂടുതലാണോ അതോ കുറവാണോ? ഇല എന്താണ്? കൂടുതലാണ്. കൂടുതൽ. അപ്പോൾ എത്ര ഉണ്ട്? 16 ഇലയാണ് വേണ്ടുള്ളൂ. 17 ഇല ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എന്ന് പറയുന്നത് എത്ര ഇലയാണ്? 1 ഇലയാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. എന്താ, വഴിയിലെ കാഴ്ചകൾ. സദ്യ കഴിഞ്ഞ് എല്ലാവരും പാർക്കിലേക്ക് പുറപ്പെട്ടു. പുതിയ സൈക്കിൾ
ഞങ്ങൾ 2 എണ്ണം. ചക്രങ്ങൾ എത്ര പറയാമോ? അപ്പോൾ സൈക്കിൾ 2 എണ്ണം ഉണ്ട്. അപ്പോൾ എത്ര ചക്രമുണ്ട്? 1 2 3 4 ചക്രങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ 2 എണ്ണം ഉണ്ട്, ഇതിൽ 2 എണ്ണം ഉണ്ട്. 2 + 2 = 4. 2ൻ്റെ കൂടെ 2 കൂട്ടിയാൽ നമുക്ക് 4 കിട്ടും. അതെന്താ? 2ഉം 2ഉം 4. 2ൻ്റെ ഇരട്ടി എന്ന് പറയുന്നതാണ് എന്ത്? 4. അതുപോലെ തന്നെ 4ൻ്റെ പകുതി എന്ന് പറയുന്നതാണ് 2. ഓക്കെ. ഇനി അടുത്തത് എന്താ? ഓട്ടോ ഞങ്ങൾ 2 എണ്ണം. ചക്രങ്ങൾ എത്ര പറയാമോ? അപ്പോൾ ഓട്ടോക്ക് എത്ര? 1 2 3 ചക്രങ്ങളുണ്ട്. അപ്പുറത്തെ ഓട്ടോക്ക് 3 ചക്രങ്ങളുണ്ട്. അപ്പോൾ 3ൻ്റെ കൂടെ 3 കൂട്ടിയാൽ നമുക്ക് 6 കിട്ടും. 3ഉം 3ഉം 6. 3ൻ്റെ ഇരട്ടി 6. 6ൻ്റെ പകുതി അപ്പോൾ എത്രയാണ്? 3ൻ്റെ ഇരട്ടി 6 ആണെങ്കിൽ 6ൻ്റെ പകുതി എന്ന് പറയുന്നത് 3 ആണ്. ഇനി കാറുകൾ ഞങ്ങൾ 2 എണ്ണം. ചക്രങ്ങൾ എത്ര പറയാമോ? അപ്പോൾ കാറിന് എത്ര ചക്രമാണ്? 1 2 3. ഇവിടെ ഒരു ചക്രം കൂടി ഉണ്ട്, 4 എണ്ണം ഉണ്ട്. അപ്പം 4 + 4 ആണ്. 4ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 8. അപ്പം 4ഉം 4ഉം എത്രയാണ്? സംശയമുള്ള കൂട്ടുകാർ എന്ത് ചെയ്യണം? 4 കഴിഞ്ഞാൽ 5 6 7 8 അങ്ങനെ കൂട്ടണം. അപ്പോൾ 4ഉം 4ഉം 8. 4ൻ്റെ ഇരട്ടി അപ്പോൾ എത്രയാണ്? 8. അങ്ങനെയാണെങ്കിൽ 8ൻ്റെ പകുതി 4. ഓക്കെ. ഇനി നിയയുടെ ഒരു പാട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ വായിച്ച് നോക്കാം. നമുക്ക് പ്രവർത്തനം നോക്കാം. കളം പൂർത്തിയാക്കൂ. ചിത്രത്തിൻ്റെ എണ്ണം ഇരട്ടി. അപ്പോൾ എന്താണ്? ഇതിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ 2ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3ൻ്റെ ഇരട്ടി 1 2 3. പിന്നെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 1 കൂടി ഉണ്ട്. അപ്പോൾ 3 കഴിഞ്ഞാൽ 4 5 6. അപ്പോൾ എത്രയാണ്? 6. ഇനി കാറിൻ്റെയാണ് 1 2 3 4. 1 കൂടി എണ്ണ 5 6 7 8. എത്രയാണ്? 8. ഇനി എന്താ? ബോളാണ്. 1 2 3 4 5. 1 കൂടി എണ്ണ. അപ്പോൾ 6 7 8 9 10. എത്രയാണ് കൂട്ടുകാരെ? 10. ഇനി എന്താ? സംഖ്യ ഉണ്ട്, ഇരട്ടി. ചിലയിൽ ഇരട്ടി ഉണ്ട്, സംഖ്യ കണ്ടുപിടിക്കുക. അപ്പോൾ 6ൻ്റെ ഇരട്ടി എത്രയാണ്? 6ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 6 + 6 ആണ്. ചെയ്താൽ നമുക്ക് 12 കിട്ടും. 14ൻ്റെ പകുതി എത്ര? 6ൻ്റെ ഇരട്ടി 12. അപ്പോൾ 14ൻ്റെ ഇരട്ടി നോക്കി വെക്കുക. അപ്പോൾ 7 കിട്ടും. 8ൻ്റെ ഇരട്ടി എത്ര? 8 + 8 ആണ്. 8 + 8 16. 9 + 9 18. 20ൻ്റെ പകുതി എത്ര? 20ൻ്റെ പകുതി നമുക്കറിയാം എത്രയാണ്? 10 ആണ്. 10ഉം 10ഉം കൂടിയാലാണ് 20 ആവുക. ഇനി അടുത്തത് എന്താ കൂട്ടുകാരെ? കിളികളെയും കണ്ടു. അപ്പോൾ കിളികളെയും കണ്ടിട്ടുണ്ട്. എത്ര കിളികളാണ് മരക്കൊമ്പിലുള്ളത്? അപ്പോൾ എത്രയാണ്? 1 2 3 4 5 6 7 8 കിളികളുണ്ട്. അപ്പോൾ താഴെ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ആകെ എത്ര കിളികളുണ്ട്? 8 + 12. അപ്പോൾ 12 കഴിഞ്ഞാൽ നമ്മൾ 8ഉം കൂടി കൂട്ടുക. അപ്പോൾ 8ഉം കൂടി കൂട്ടിയാൽ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 20 കിട്ടും. കൊമ്പിലാണോ താഴെയാണോ കൂടുതൽ കിളികൾ? അപ്പോൾ എന്താണ്? എവിടെയാണ്? താഴെ എന്ന് പറഞ്ഞാൽ 12 കിളികളുണ്ട്. കൊമ്പിൽ എന്ന് പറഞ്ഞാൽ 8 കിളികളാണ്. അപ്പോൾ 12ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 8 കിളികളെ കുറച്ച് കളയുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ 4 കിളികളാണ് കൂടുതലായിട്ട് ഉള്ളത്. ഇനി എന്താ? താറാവുകളാണ്. കരയിൽ താറാവുകൾ എത്രയാണ്? അപ്പോൾ കരയിലുള്ള താറാവുകളെ എണ്ണാം. 1 2 3 4 5 6 7 8 9 10 11 എണ്ണം ഉണ്ട്. വെള്ളത്തിലോ? 1 2 3 4 5 6 7 8 9. കരയിലാണോ വെള്ളത്തിലാണോ കൂടുതൽ? ഏതിലാണ് കൂടുതൽ? നമുക്ക് കണ്ടറിയാം. നമ്പർ കൂടുതൽ കരയിലാണ്. അപ്പോൾ കരയിലാണ് കൂടുതൽ. എത്ര കൂടുതലുണ്ട്? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ 11ൽ നിന്ന് ഈ 9 കുറക്കാം. അപ്പോൾ 9 കഴിഞ്ഞാൽ 10 11 എത്രയാണ്? എത്ര വിരലുകൾ ഇപ്പോൾ നമ്മൾ പൊക്കി? 9 കഴിഞ്ഞാൽ 10 11 2 എണ്ണം. അപ്പോൾ എത്രയാണ് കൂടുതൽ? 2. ഇനി എന്താ? കരയിൽ നിന്ന് 3 താറാവ് വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ കരയിൽ നിന്നിട്ട് എത്ര താറാവാണ്? 3 താറാവ് വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ എത്രയായി?
കരയിൽ നിന്ന് 3 താറാവ് വെള്ളത്തിലിറങ്ങിയപ്പോൾ നമുക്ക് എത്രയായി? 11-ൽ നിന്ന് നമ്മൾ 3 കുറച്ച് നോക്കുക, അപ്പോൾ 8ആയി. ഇനി അങ്ങനെയാണെങ്കിൽ വെള്ളത്തിലെ 2 താറാവ് കരയിൽ കയറി. വെള്ളത്തിലുള്ള താറാവ് 9 എണ്ണമാണ്. 9ൻ്റെ കൂടെ ഇപ്പോൾ 3 എണ്ണം കയറിയിട്ടുണ്ടല്ലോ, അപ്പോൾ 9 + 3 ആയി. 9 + 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. ആ 12-ന് എന്തായി? വെള്ളത്തിലെ 2 താറാവുകൾ കരയിൽ കയറി. അപ്പോൾ എത്രയായി? 10 എണ്ണമായി. അപ്പോൾ ഇപ്പോൾ വെള്ളത്തിൽ എത്രയാണ്? 10. അങ്ങനെയാണെങ്കിൽ കരയിൽ എത്രയായിരിക്കും? ടോട്ടൽ എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ വെള്ളത്തിൽ 10 എണ്ണം ഉണ്ടെങ്കിൽ കരയിലും 10 എണ്ണം ഉണ്ടായിരിക്കും. രണ്ടും കൂടി കൂട്ടിയാലാണ് നമുക്ക് 20 കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി എന്താ അടുത്തത്? ക്ലബിലെ ഓണാഘോഷമാണ്. കസാരക്കളി തുടങ്ങുകയാണ്. 13 കുട്ടികളാണ് മത്സരിക്കുന്നത്. 11 കസേരയുമുണ്ട്. ഓരോ തവണ പാട്ട് നിർത്തുമ്പോഴും കസേര നിർത്താതെ കസാര കിട്ടാത്ത 2 പേർ പുറത്താകും. ഓക്കെ, അപ്പോൾ കസാരക്കളിയാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യ തവണ പാട്ടു നിർത്തി 2 പേർ പുറത്തായി. കുട്ടികൾ എത്രയാണ് ബാക്കിയുള്ളത്? അപ്പോൾ എത്രയാണ്? 13 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യ തവണ പുറത്തായപ്പോൾ എത്ര? 2 കുട്ടികളാണ് ഔട്ടാവുക. 2 പേര് പുറത്തായി. അപ്പോൾ ബാക്കി എത്ര? 11 പേരാണ് ബാക്കിയുള്ളത്. 2 കസേരയും മാറ്റി ബാക്കി വന്ന കസാരകൾ. അപ്പോൾ 11 കസാര ഉണ്ട്. 11-ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടുക? 11 - 2 = 9. ഓക്കെ, അടുത്ത തവണയും 2 പേർ പുറത്തായി. 2 കസേരകൾ മാറ്റി. അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾ 11 ആണ്. അപ്പോൾ 11-ന് 2 പേര് പിന്നെയും പുറത്തായി. അപ്പോൾ 11 - 2 ചെയ്താൽ നമുക്ക് 9 കിട്ടും. അപ്പോൾ കസാരയിൽ നിന്ന് 2 കുറച്ചാൽ അപ്പോൾ 9 - 2 = 7 കിട്ടി. ഓക്കെ, പിന്നെന്താ? പിന്നെയും ഇങ്ങനെ പുറത്തായപ്പോൾ 9-ന് പിന്നെയും കുറഞ്ഞു. അപ്പോൾ 9-ന് പിന്നെയും കുറഞ്ഞപ്പോൾ 7ആയി. കസേരയിൽ നിന്ന് പിന്നെയും 2 എണ്ണം കുറഞ്ഞപ്പോൾ 5ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരിക. ഈ കളി ക്ലാസ്സിൽ കളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ കളിച്ച് നോക്കുക. ഈ നെക്സ്റ്റ് എന്താ? വടംവലിയാണ്. വടംവലിയിൽ ഒരു ടീമിൽ 8 പേരാണ്. ഈ മത്സരത്തോടു കൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുകയാണ്. ഒരു ടീമിൽ എത്ര പേരാണുള്ളത്? എത്ര പേരാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു 8 പേരാണ് ഒരു ടീമിലുള്ളത്. 2 ടീമിലും കൂടി എത്ര പേരാണ്? അപ്പോൾ ഈ ടീമിൽ 8 പേര് വരും, ഈ ടീമിലും 8 പേര് വരും. അപ്പോൾ 8 + 8 ചെയ്താൽ നമുക്ക് 16 കിട്ടും. ഓക്കെ, നമ്മൾ 5 പേരല്ലേ ഉള്ളൂ. എത്ര പേർ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ടീമാകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 8 പേരാണ് വേണ്ടത്. ഇവർ 5 പേരുണ്ട്. അപ്പോൾ 8-ൽ നിന്ന് 5 കുറക്കുക. 5 കഴിഞ്ഞാൽ 6, 7, 8. അപ്പോൾ എന്താണ്? 3 പേരും കൂടി ഇവരുണ്ടെങ്കിൽ ഇവർക്കൊരു ടീമാവാനായിട്ട് പറ്റും അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 3 പേരുണ്ടെങ്കിൽ ഇവർക്കൊരു ടീമാവാം. ഓക്കെ, ഇനി എന്താ? മുത്തുകോർക്കൽ മത്സരം. അപ്പോൾ എന്താണ്? ഓരോരുത്തരും മുത്ത് കോർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി നോക്കാം. ഇത് എത്ര? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 കഴിഞ്ഞാൽ 11, 12, 13, 14, 15, 16, 17, 18. അപ്പം ഇത് എത്രയാണ്? 18 എണ്ണമാണ്. ഈ നെക്സ്റ്റ് എന്താ? സച്ചു ആണ്. സച്ചു ഇതുവരെ 10 എണ്ണം ഉണ്ട്. 10 കഴിഞ്ഞാൽ 11, 12, 13. സച്ചു 13. ഇനി അടുത്തത് ദിയയാണ്. അപ്പോൾ ഇതുവരെ 10 ആണ്. 10 കഴിഞ്ഞാൽ 11, 12, 13, 14, 15 ആണ്. അപ്പോൾ ദിയ 15 എണ്ണമാണ്. ഈ നെക്സ്റ്റ് ജാസ് ആണ്. ജാസ് 10 വരെ ഉണ്ട്. സംശയമുള്ള കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കുക. 10 കഴിഞ്ഞാൽ 11, 12, 13, 14, 15, 16, 17, 18, 19. അപ്പോൾ ജാസ് 19 ആണ്. മിഴി എത്ര എണ്ണ? 10 കഴിഞ്ഞാൽ 11, 12, 13, 14, 15, 16, 17. മിഴി 17 ആണ്. ഇനി നിഹാല് 10 കഴിഞ്ഞാൽ 11, 12, 13, 14. നിഹാല് 14 ആണ്. അപ്പോൾ ഇവിടെ ജയിച്ചത് പറഞ്ഞാൽ ആരാണ് ജയിച്ചത്? ജാസ് ആണ് ജയിച്ചത്. കിട്ടിയ മുത്തുകൾ
മുട്ടകളുടെ എണ്ണം വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതൂ. അപ്പോൾ എന്താണ് വലുതിൽ നിന്ന് ചെറുതീക്ക്? വലുതിൽ നമ്മൾ ചെറുതീക്ക് എഴുതണം. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് 19 പിന്നെ വലുത് 18 പിന്നെ വലുത് 17 17 കഴിഞ്ഞാൽ 16 ഇല്ല, 15 ഉണ്ട്, 14 ഉണ്ട്, 13 ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. പത്തുകളാക്കാം കൂട്ടാം. അപ്പോൾ നമുക്ക് നോക്കാം. ട്രേയിലെ മുട്ടകൾ എണ്ണി നോക്കൂ, എഴുതൂ. അപ്പോൾ ട്രേയിൽ എത്ര മുട്ടകളുണ്ട്? 1 2 3 4 5 6 7 മുട്ടകളുണ്ട്. ഇവിടെ ആണെങ്കിലോ 1 2 3 4 5 6 മുട്ടകളുണ്ട്. ഒന്നാമത്തെ ട്രേയിൽ 10 മുട്ടകൾ ആക്കണം. രണ്ടാമത്തെ ട്രേയിൽ എത്ര മുട്ടകൾ എടുക്കണം? അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 3 ഈ 3 രണ്ടാമത്തേൽ നിന്ന് മാറ്റിയാൽ എന്താവും? ഇവിടെ 10 ആവും. അപ്പോൾ രണ്ടാമത്തെ ട്രേയിൽ നിന്ന് എത്ര മുട്ടകൾ എടുക്കണം? 3 മുട്ടകൾ എടുക്കണം. അപ്പോൾ എന്താ അവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണിച്ചു തന്നിക്കാണ്. 7 + 3 = 10. അപ്പോൾ ഈ ട്രേയിൽ എത്ര മുട്ടകളായി? 3 മുട്ടകളായി. 9 + 7 എത്രയാണ്? കളത്തിൽ മുട്ടകൾ വരച്ച് കണ്ടുപിടിക്കൂ. അപ്പോൾ എത്രയാണ്? ഇവിടെ 1 ഇവിടെ 9 വരയ്ക്കും. 1 2 3 4 5 6 7 8 9. ഇപ്പോൾ ഇവിടെ 9 ഇനി ഇവിടെ ആണെങ്കിലോ 7 വേണ്ടത്. അപ്പോൾ 1 2 3 4 5 6 7. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടായി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 എണ്ണമായി. ഓക്കെ, അപ്പോൾ എന്താ ഏതും കൂടി ചേർന്നാൽ 10. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ 9ഉം അതിൻ്റെ കൂടെ 1ഉം ചേർന്നാൽ നമുക്ക് 10 കിട്ടും. ഇനി ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താ? 9 7 എന്തൊട്ടും കൂട്ടിയാൽ പിന്നെയും അതേ ആൻസർ കിട്ടും. അപ്പോൾ നമ്മളിവിടെ 9 വരയ്ക്കും. 1 2 3 4 5 6 7 8 9. ഇവിടെ 7 വരയ്ക്കും. 1 2 3 4 5 6 7. അപ്പോൾ 9 + 7 = 16. ഈ 16 നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടുത്തെ ഒരു മുട്ട കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ വെച്ചാൽ നമുക്ക് കിട്ടുമല്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താണ്? 10 + 6 ചെയ്താൽ നമുക്ക് ഈ 16 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. കൂട്ടിയും കുറച്ചും നോക്കാം. 9ഉം കൂട്ടിയാൽ 18. അപ്പോൾ 9ൻ്റെ കൂടെ 9 കൂട്ടിയാൽ നമുക്ക് 18 കിട്ടും. 11ൽ നിന്ന് 2 കുറച്ചാലും 9 കിട്ടും. അപ്പം നമുക്ക് നോക്കാം. കളങ്ങൾ പൂർത്തിയാക്കൂ. 9ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 11, 9ൻ്റെ കൂടെ 9 കൂട്ടിയാൽ 18. അങ്ങനെയാണെങ്കിൽ 9ൻ്റെ കൂടെ 5 കൂട്ടിയാൽ എത്ര? 9 + 5 = 14. ഇനി എന്താ? 9 + 8 = 17. ഇനി എന്താ? എന്തിൻ്റെ ഒട്ടം കൂടെ 9ൻ്റെ കൂടെ എന്തോ കൂട്ടിയാൽ 12 കിട്ടും. അപ്പോൾ 9 കഴിഞ്ഞാൽ 10 11 12. അപ്പോൾ 9ൻ്റെ കൂടെ 3 കൂട്ടിയാൽ നമുക്ക് 12 കിട്ടും. 9ൻ്റെ കൂടെ 6 കൂട്ടിയാൽ നമുക്ക് 15 കിട്ടും. 9ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 16 കിട്ടും. അപ്പോൾ ഡൗട്ടുള്ള കൂട്ടുകാർ എന്ത് ചെയ്യണം? കയ്യിൽ കണക്ക് കൂട്ടിയിട്ട് തന്നെ വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇനി എന്താ? 9ൻ്റെ കൂടെ എന്തോട്ടം കൂട്ടിയാൽ 10 കിട്ടും. 9 കഴിഞ്ഞാൽ 10. അപ്പോൾ എത്ര വിരലാണ്? 1 വിരലാണ് നമ്മൾ പൊക്കിയേ. അപ്പോൾ 1. ഇനി 9 കഴിഞ്ഞാൽ 13ക്ക് എത്തണമെങ്കിൽ 9 കഴിഞ്ഞാൽ 10 11 12 13 4. ഓക്കെ, ഇനി എന്താ? സമ്മാനദാനം. എത്ര ട്രോഫികൾ? അപ്പോൾ സമ്മാനം കിട്ടിയാണ് മത്സരങ്ങളിൽ ജയിച്ചവർക്ക് കൊടുക്കാൻ ട്രോഫികൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ട്രോഫികളെന്ന് ഇവിടെ എഴുതുക. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇവിടെ 10. ഇവിടെയോ 1 2 3 4 5 6 7 8 9 10. ഇവിടെയും 10. അപ്പോൾ 10 + 10 എത്രയാണ്? 20. അപ്പോൾ സംശയമുള്ള കൂട്ടുകാർ ഇത് 10 അല്ലേ? 10 കഴിഞ്ഞാൽ 11 12 13 14 15 16 17 18 19 20. അപ്പോൾ 10 + 10 = 20. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് നല്ല എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ സംഖ്യകൾ 9 + 3 9 + 4 അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.